ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ന് വരെ 1-ാം തീയതി മുതൽ ഇന്ന് വരെ ഞാൻ എൻ്റെ മുമ്പിലുള്ള മുഴുവൻ സ്റ്റുഡൻസിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നടുവേദനയ്ക്ക് 6-ാമതൊരു കാരണം. നമ്മൾ മൊത്തം പറയാൻ പോകുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് നടുവേദന. നമ്മുടെ അടുത്ത് നടുവേദന പറഞ്ഞ ഒരാൾ വരും അല്ലേ? നടുവേദന ഒറ്റ കേസാണ്. BCTയിൽ 6 നടുവേദനയാണ്. BCTയിൽ അതായത് 5+1 എന്നാണ് ഞാൻ പറയുക. 5 എണ്ണമാണ് ഞാൻ പൊതുവേ പറയുക. ഒരെണ്ണം ഞാൻ സെപ്പറേറ്റ് വേറൊരു വിഷയം പറയുന്ന കൂട്ടത്തിൽ അതും കൂടെ ആഡ് ചെയ്ത് പറയും. ഇപ്പം ഞാൻ പറയും നടുവേദനയ്ക്ക് 5 കാരണങ്ങളേ ഉള്ളൂ, 6-ാമതൊരു കാരണമില്ല. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 5 കാര്യം കൃത്യമായി നിങ്ങൾ പഠിച്ചാൽ ഒരൊറ്റ നടുവേദനയും നിങ്ങളുടെ കയ്യിൽ നിന്ന് പുറത്ത് പോകില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ 5 കാര്യം കൃത്യമായി പഠിച്ചാൽ ഒരു നടുവേദന എന്ത് ചെയ്യില്ല, ഒരു നടുവേദനയും നിങ്ങളുടെ കയ്യിൽ നിന്ന് പുറത്തു പോകില്ല എന്ന് പറഞ്ഞാൽ BCTയുടെ പ്രത്യേകത നേരത്തെ പറഞ്ഞ 5 ടിപ്സ് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം ഞാൻ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ബോധ്യപ്പെടുത്തി അനലൈസ് ചെയ്തെടുത്ത ഈ ഡയഗ്നോസ് മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതുവരെ നിങ്ങൾ ഒറ്റ നടുവേദന കേട്ടുള്ളൂ. BCTയിൽ 5 നടുവേദനയുണ്ട്. 5 നടുവേദന. ഈ ഓരോ നടുവേദനയുടെയും ആക്ഷൻ എന്താണ്, അതിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ കൃത്യമായ രീതിയിൽ ഓരോന്നും എടുത്ത് പഠിക്കും. ഓക്കെ.